മരണമടഞ്ഞത് 3 പേരാണ്. ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ കണ്ടുകിട്ടാനുള്ളവർ 5 പേരാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നവർ 10 പേരിൽ 3 പേരെ ഡിസ്ചാർജ് ചെയ്തു. 4 പേര് വാർഡിലുണ്ട്. 3 പേര് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അതിലെ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതാണ് സാഹചര്യം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് NDRFന്റെ 60 അംഗ ടീമും 250ഓളം വരുന്ന ഫയർഫോഴ്സും ബാക്കി പോലീസ് സേനയും ഒരുമിച്ച് നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. ഈ 5 പേരെ കണ്ടെത്തുക, കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആദ്യത്തെ സോണിലെ തെരച്ചിലിൽ കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷെ ഇന്നത് കിട്ടിയില്ല. അപ്പൊ ഒരു 3ാമത്തെ സോൺ, ചില സാധ്യതകൾ കണ്ടെത്തിയ ആ 3ാമത്തെ സോണിലെ തെരച്ചിൽ ഇന്ന് തന്നെ അത് തുടങ്ങുകയും നാളെ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാകാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അവിടെ ഈ കാണാതായവരെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ. NDRFന്റെയും പ്രതീക്ഷ അതാണ്, പോലീസിന്റെയും പ്രതീക്ഷ അതാണ്. പിന്നെ ഒരു സാധ്യത കൂടി, പുഴയിലൂടെ ഇതെങ്ങാൻ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ടോ എന്നുകൂടിയുള്ള ഒരു പരിശോധന കൂടി നാളെ രാവിലെ നടത്തും. ഇതാണ് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോ കുറെ ഈ പ്രദേശത്ത് വളരെ മോശമായ സാഹചര്യം നിലനിൽക്കുന്ന അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി പരിശോധിച്ച് ഈ എവിടെയെങ്കിലും ഇത്തരം പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ക്ലൈമറ്റ് കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു സംഭവം മാത്രമാണ്. ഇത് വയനാട് ജില്ലയിൽ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പോകരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംഭവം തന്നെ ഒരു പഞ്ചായത്തിലെ 3 വാർഡിൽ നടന്ന സംഭവമായിട്ട് പോലും വയനാട് ജില്ലയെ അത് ഗൗരവതരമായി ബാധിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെക്കാൾ ഒരു ചെറിയ ഏരിയയിൽ നടന്ന ഒരു സംഭവമാണ്, ചെറിയൊരു ഏരിയയിൽ നടന്ന സംഭവമാണ്. അത് മൊത്തം വയനാട് ജില്ല മുഴുവൻ കുഴപ്പത്തിലാണ് എന്നും തരത്തിലുള്ള ഒരു പ്രചരണം പോയാൽ അത് ഈ ജില്ലയിലെ ജനജീവിതത്തെയും അവരുടെ തൊഴിലിനെയും എല്ലാം ബാധിക്കുന്ന തരത്തിൽ പോകുമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി. ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. ജില്ല മുഴുവൻ വ്യാപകമായ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ല.